മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഖാക്കളെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു വ്യാജ ചർച്ച അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എറണാകുളത്ത് എത്തിയതാണ്. അവിടെ എത്തി അദ്ദേഹം ആ ഭൗതികദേഹത്തിൽ റീത്ത് വെച്ചതിന് ശേഷം മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസന്റെ ദേഹത്ത് ചെന്ന് സ്പർശിക്കുന്നുണ്ട്. പിതാവ് മരിച്ച ദുഃഖഭാരത്തിലിരിക്കുന്ന ഒരു പുത്രൻ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. പിന്നീട് ഒരു റെസ്പോൺസും ഇല്ലാതിരിക്കുകയാണ്. ആ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ചർച്ചകൾ നടത്തുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നവർ മുഴുവൻ സഖാക്കളാണെന്ന പേരിൽ വലിയ പ്രചരണം നടക്കുന്നത്. എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ. കണ്ടല്ലോ, എനിക്ക് ആ ദൃശ്യം കണ്ടപ്പോൾ അസ്വാഭാവികമായും തോന്നിയില്ല. ഒരു ഇടതുപക്ഷ ആശയം പറയുന്ന ഒരാളെന്നുള്ളേക്ക് അതിൽ എൻ്റെ കാഴ്ചയിൽ ഒരു ബഹുമാനക്കുറവും കണ്ടില്ല. കാര്യം നമ്മളെപ്പോഴും സിറ്റുവേഷൻ നോക്കേണ്ടതുണ്ട്. ഈ മുതിർന്നവരെ കണ്ടാൽ എണീറ്റ് നിൽക്കണം, എന്നാലേ ബഹുമാനമാകത്തുള്ളൂ എന്നൊന്നുമില്ല. ഏതാണ് ആ സിറ്റുവേഷൻ? സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഈ കണ്ടു നിൽക്കുന്നവൻ അറിയില്ല. കണ്ടു നിൽക്കുന്നവന് ചിലർക്കൊക്കെ ഡയലോഗ് അടിച്ചാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈർഷ്യയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരണമോ നടത്തിയിട്ടില്ല. പക്ഷേ ചിലർക്ക് ആ ദൃശ്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതായത് ഈ നാട്ടിൽ എല്ലാവരെയും കണ്ടാൽ എണീറ്റ് നിന്നാൽ മാത്രമേ ബഹുമാനമാകുള്ളൂ, അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുന്നതാണ് ബഹുമാനമെന്നൊക്കെ കരുതുന്നുണ്ട്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിക്കുന്നിടത്തോളം ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ടു നിന്ന് എണീറ്റ് അദ്ദേഹം വേണമെങ്കിൽ കുറച്ചൊക്കെ കണ്ണീരിറക്കി അഭിനയിക്കാമായിരുന്നു. അതിന് താല്പര്യമില്ല. ക്യാമറകൾക്ക് മുന്നിലെ കൃത്രിമത്വമാകാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് സ്വന്തം അച്ഛൻ മരിച്ച ആ വിഷമം താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നല്ല, ലോകത്ത് ആര് വന്നാലും ചിലപ്പോൾ എണീറ്റെന്ന് വരില്ല.